അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സർക്കാർ എംപ്ലോയീസിനെ പോലെ തന്നെയാണോ, അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ജോലി സർക്കാർ ജോലി പോലെയാണോ, അല്ലെങ്കിൽ സർക്കാർ ജോലി തന്നെയാണോ, സ്ഥിരമായ ജോലിയാണോ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദേവസ്വം ബോർഡ് ജോലിക്ക് ലഭിക്കുമോ എന്നിങ്ങനെയുള്ള ഒത്തിരിയേറെ സംശയങ്ങൾ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ദിവസേന എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. പലരും പല രീതിയിൽ സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ രീതിയിൽ ഇപ്പോൾ ധാരാളം അവസരങ്ങൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. LDC, അതുപോലെ തന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ, സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, റൂം ബോയ്, അങ്ങനെ ഒത്തിരിയേറെ തസ്തികകളിലേക്ക് പരീക്ഷകളൊക്കെ തന്നെ കഴിഞ്ഞു. ഇനി പരീക്ഷകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പരീക്ഷ എഴുതുന്ന അവസരത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ ധാരാളം സംശയങ്ങളാണ്. ഇനിയിപ്പോൾ അടുത്ത ദേവസ്വം ബോർഡുകളിലെല്ലാം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ദേവസ്വം ബോർഡ് ജോലി എന്ന് പറയുന്നത് സ്ഥിരമായ ജോലിയാണോ, അല്ലെങ്കിൽ അത് സർക്കാർ ജോലി തന്നെയാണോ, അല്ലെങ്കിൽ സർക്കാർ ജോലിക്ക് തുല്യമായ എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് കിട്ടുമോ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങളാണ് ഓരോ ഉദ്യോഗാർത്ഥിയുടെ ഭാഗത്തു നിന്നും ദിവസേന ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. കേരളത്തില് പ്രധാനമായിട്ടും 5 ദേവസ്വം ബോർഡുകളാണ് ഉള്ളത്. 1 ട്രാവൻകൂർ ദേവസ്വം ബോർഡ്, 2 കൊച്ചിൻ ദേവസ്വം ബോർഡ്, 3 മലബാർ ദേവസ്വം ബോർഡ്, 4 കൂടൽ മാണിക്യം ദേവസ്വം ബോർഡ്, 5 ഗുരുവായൂർ ദേവസ്വം ബോർഡ്. ഇങ്ങനെ 5 ദേവസ്വം ബോർഡുകൾ ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ദേവസ്വം ബോർഡുകളിലെല്ലാം തന്നെ നിയമനങ്ങൾ നടത്തുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഭരണകർത്താക്കളാണ് ഇതിന്റെ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. സർക്കാർ ജോലിയുമായി ഉള്ള വ്യത്യാസം എന്ന് പറയുന്നത്, സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരെ ഗവൺമെന്റ് സർവൻസ് എന്ന് നമുക്ക് വിളിക്കാം. അല്ല, ദേവസ്വം ബോർഡ് ജീവനക്കാരെ എങ്ങനെയാണ് വിളിക്കുന്നത്? സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എംപ്ലോയീസ് ആയി കണക്കാക്കപ്പെടുന്നു. അപ്പോൾ വ്യത്യാസം എന്താണ്? സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാരെ ഗവൺമെന്റ് സർവൻസ് എന്ന് വിളിക്കാം, എന്നാൽ ദേവസ്വം ബോർഡ് ജീവനക്കാർ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് എംപ്ലോയീസ് ആയി കണക്കാക്കപ്പെടുന്നു. അതായത് സർക്കാർ ജീവനക്കാരുടേതുപോലെ ബെനിഫിറ്റ് എല്ലാം ലഭിക്കില്ല, പക്ഷേ പലതും പേ റിവിഷൻ, ലീവ് റൂൾസ്, DA സർക്കാർ മാതൃക അനുസരിച്ച് തന്നെയായിരിക്കും. അതുപോലെ തന്നെ പെൻഷൻ സംവിധാനം, അതായത് പഴയ നിയമനക്കാർക്ക്, അതായത് 2005 മുമ്പ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം പ്രകാരം സർക്കാരിന്റെ മാതൃകയിൽ തന്നെ പെൻഷൻ ലഭിക്കുമായിരുന്നു. എന്നാൽ 2005 ശേഷം നിയമിതരായവര് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇല്ല, പകരം NPS കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം, പ്രൊവിഡന്റ് ഫണ്ട്, ആ രീതിയിലാണ്, NPS രീതിയിലാണ് പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ലീവ് റൂൾസ്, ഏൺഡ് ലീവ്, ഹാഫ് പേ ലീവ്, മെറ്റേണിറ്റി ലീവ്, മെഡിക്കൽ ലീവ് എന്നിവ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ്, ചികിത്സാ ചിലവില് സഹായം ഉണ്ടായിരിക്കും. പേ റിവിഷൻ, സർക്കാർ ജീവനക്കാരെ പോലെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ബൈ കമ്മീഷൻ ശുപാർശ പ്രകാരം ശമ്പള പരിഷ്കാരം ഒക്കെ ഉണ്ടാവും. സർവീസ് ബെനിഫിറ്റ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ, ഗ്രാജുവിറ്റി, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ്, ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഇവർക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ ജീവനക്കാരല്ല എന്ന് നമുക്ക് ഒറ്റ ഇതിൽ പറയാൻ സാധിക്കും. അവരെ ദേവസ്വം ബോർഡ് ജീവനക്കാർ എന്ന വിഭാഗത്തിലാണ് കാണുന്നത്. ദേവസ്വം ബോർഡ് ജീവനക്കാർ സർക്കാർ നിയമിത സ്ഥാപനങ്ങളാണ്, പക്ഷേ സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമല്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ശമ്പളം, നിയമനം, സർവീസ് നിയമങ്ങൾ എന്നിവ ദേവസ്വം ബോർഡിൻ്റെതാണ്. അതുപോലെ തന്നെ പെൻഷൻ സംബന്ധിച്ച് മുൻപ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് പുതുതായി നിയമിക്കുന്നവർക്ക് പെൻഷൻ പ്രകാരം NPS ആണ് നിലവിലുള്ളത്. ചുരുക്കത്തില് ദേവസ്വം ബോർഡ് ജോലി സർക്കാർ ജോലി അല്ല. പെൻഷൻ പഴയ നിയമനങ്ങൾക്കുണ്ടായിരുന്നു, പുതിയ നിയമനങ്ങൾക്ക് NPS PF സംവിധാനമാണ് എന്നുള്ള കാര്യവും പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് വ്യത്യാസം മനസ്സിലാക്കാനുള്ളത്. നിയമനം ഇവിടുത്തെ ദേവസ്വം ബോർഡുകളിലെ നിയമനങ്ങളൊക്കെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വഴിയോ ചിലതൊക്കെ PSC വഴിയൊക്കെ തന്നെ നടത്താറുണ്ട്. ജോലി സ്ഥലം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളും ദേവസ്വം ഓഫീസുകളും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിരിക്കണം. പല ഉദ്യോഗാർത്ഥികളും
ധാരാളം സംശയങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഓരോ ഉദ്യോഗാർത്ഥികളും അവരവരുടെ രീതിക്കനുസരിച്ച് പല രീതിയിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ, അവരുടെ സംശയങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പല ഉദ്യോഗാർത്ഥികൾക്കും ദേവസ്വം റിക്രൂട്ട്മെന്റിലേക്കുള്ള നിയമനങ്ങൾ നടക്കുന്ന അവസരത്തിൽ അപേക്ഷ വിളിക്കുമ്പോൾ അത് എന്താണ്, അല്ലെങ്കിൽ അതിലേക്കുള്ള നിയമനങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും വ്യക്തമായ ധാരണ ഇല്ലാത്ത ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇന്നത്തെ ക്ലാസ് വളരെയധികം പ്രയോജനപ്രദമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.